കേന്ദ്രത്തിനെതിരായി എന്തു പ്രസംഗമായിരുന്നു ഡൽഹിയിൽ പോയി പ്രസംഗിക്കുക അല്ലേ? പക്ഷെ ഈ 10-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 10-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി ഒരു പോക്ക് പോയി ഡൽഹിയിലേക്ക്, പ്രധാനമന്ത്രിയെ കണ്ടു. അതിൻ്റെ തലേ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടു. വീട്ടിൽ, ഔദ്യോഗിക വസതി വീട്ടിൽ കണ്ടു. 16-ാം തീയതി ഇതുവരെ ഒപ്പിടില്ല എന്ന് പറഞ്ഞ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു. ആരോടും പറഞ്ഞില്ല. ആ ബേബി, MA ബേബി പോലും അറിഞ്ഞില്ല. ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ ബേബിയാണെന്ന് വിചാരിച്ചു, പറയണ്ടെന്ന് വിചാരിച്ചു. കൊച്ചല്ലേ? ആ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ? നടക്കൂല, സമ്മതിക്കില്ലായിരുന്നു. ഇതടുത്ത് എനിക്കറിയാമല്ലോ, പിന്നെ നമ്മുടെ സുഹൃത്തല്ലേ, പാവം, അറിഞ്ഞില്ലെന്ന്. പുള്ളിയെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെ? നിങ്ങൾ പുള്ളിയെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തോട് പറഞ്ഞില്ല, പോളിറ്റ് ബ്യൂറോയോട് പറഞ്ഞില്ല, ഇവിടുത്തെ സെക്രട്ടേറിയറ്റിനോട് പറഞ്ഞില്ല, ഗോവിന്ദനും അറിഞ്ഞിട്ടില്ല. ചുമ്മാ പറയണേന്ന് അറിയാന്നുള്ള മറ്റു വെറുതെ പറയാം, അറിഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് 22-ാം തീയതി മന്ത്രിസഭയിൽ വന്നിരിക്കുക, മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കണ്ടോളണം. അപ്പം മന്ത്രി K. രാജൻ 4 മന്ത്രിമാരെ പ്രതിനിധാനം ചെയ്ത് CPIയുടെ നേതാവ് രൂക്ഷമായി പറയുകയാണ് മന്ത്രിസഭയിൽ, ഇതിലൊപ്പിടരുത്, ഒപ്പിടാൻ പാടില്ല. മിണ്ടിക്കൊടുത്തില്ല. ഒപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി, സമ്മതിക്കണ്ടേ? ഒപ്പിട്ടിട്ട് വന്നിരിക്കുക മുഖ്യമന്ത്രി ഇങ്ങനെ താടിയിൽ കയ്യും വെച്ചിരുന്നു, ഒപ്പിട്ടിട്ട് വന്നിരിക്കുക. ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ഏത് CPI? എനിക്ക് ബിനോയ് വിശ്വത്തോട് പറയാനുള്ളത്, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നാണം കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം അതിൻ്റെ അകത്ത്. നാണം കെട്ട്, എന്തൊരു നാണക്കേടാണ്. രാജൻ വീറോടുകൂടി വാദിക്കുമ്പോൾ മുഖ്യമന്ത്രി മിണ്ടായിരിക്കുക. 16-ാം തീയതി ഒപ്പിട്ടു, 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ മിണ്ടിയില്ല. എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുക ഏത് CPI എന്ന് ചോദിക്കുക. ഇതാണ് സ്ഥിതി. ഇത് ആരും അറിഞ്ഞിട്ടില്ല, പാർട്ടി അറിഞ്ഞിട്ടില്ല, മുന്നണി അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല, പോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല, ബേബി അറിഞ്ഞിട്ടില്ല, കുഞ്ഞു അറിഞ്ഞിട്ടില്ല. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്, എന്ത് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ അമിത്ഷാ അങ്ങയുടെ മീതെ നടത്തിയത്? ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? അതൊന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറഞ്ഞാൽ മതി. കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, കേരളത്തിലെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞത്. ഏത് കുട്ടികളെ രക്ഷിക്കാനാന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായല്ല? ആരുടെ കുട്ടികളെ രക്ഷിക്കാനാണ് എന്ന് മാത്രം മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. അപ്പോൾ ക്ലിയർ ആവും, കാര്യങ്ങൾ ക്ലിയർ ആവും, ഒരു പ്രശ്നമില്ല.